63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തിരുവനന്തപുരത്ത് പ്രൗഢഗംഭീര തുടക്കം. മുഖ്യമന്ത്രിയും മന്ത്രിമാരും വിശിഷ്ട വ്യക്തികളും ചേർന്ന് കൽവിളക്കിൽ തിരിതെളിയിച്ചു. വെള്ളാർമല സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച സംഘനൃത്തം ഉദ്ഘാടന സദസ്സിന്റെ കണ്ണു നനയിക്കുന്നതായി. കലാമണ്ഡലത്തിലെയും പൊതുവിദ്യാലയങ്ങളിലെയും വിദ്യാർത്ഥികൾ ഒരുക്കിയ നൃത്താവിഷ്കാരത്തോടെയാണ് ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിച്ചത്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും വിശിഷ്ടാതിഥികളും ചേർന്ന് 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് കൽവിളക്കിൽ തിരിതെളിയിച്ചു. കലോത്സവ വേദികളിലെ പങ്കാളിത്തമാണ് വിജയത്തെക്കാൾ വലിയ നേട്ടമെന്ന് മുഖ്യമന്ത്രി. കലാപ്രകടനം എന്നതിലുപരി അതിജീവനത്തിൻ്റെ കൂടി നേർക്കാഴ്ചയാവുകയാണ് ഈ കലോത്സവ വേദി എന്നതിൽ അതിയായ സന്തോഷമുണ്ട്. നമ്മുടെ നാടിൻ്റെ സാംസ്കാരിക ഉന്നമനത്തിനായി നാളെ ഈ സമൂഹത്തെ ഒന്നടങ്കം മുന്നിൽ നിന്ന് നയിക്കേണ്ടവരാണ് ഇതിൽ പങ്കെടുക്കുന്ന നിങ്ങൾ ഓരോരുത്തരും. ആ ബോധ്യത്തോടെയുള്ള ഈ കലോത്സവത്തിലെ പങ്കാളിത്തമാണ് വിജയത്തേക്കാൾ വലിയ നേട്ടം. കലോത്സവത്തിൽ പങ്കെടുക്കുന്നവർക്കുള്ള ഒറ്റത്തവണ സ്കോളർഷിപ്പ് 1000-ൽ നിന്ന് 1500 ആക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രഖ്യാപനം. വിജയമല്ല, പങ്കെടുക്കലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. മത്സരാർത്ഥികൾക്ക് ഇപ്പോൾ നൽകുന്ന ഒറ്റത്തവണ സാംസ്കാരിക സ്കോളർഷിപ്പ് 1000 രൂപയാണ്. ഇത് 1500 രൂപ ആയി വർദ്ധിപ്പിക്കണമെന്നുള്ള കാര്യം ഗവൺമെൻറ്റിൻ്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെയും പരിഗണനയിലാണ്. മത്സരാർത്ഥികളും അവരുടെ മാതാപിതാക്കളും അനുഗമിക്കുന്ന അധ്യാപകർ ഉൾപ്പെടെ 25,000-ലധികം ആളുകൾ നഗരം സന്ദർശിക്കുകയും മത്സരവേദികളിൽ സജീവമായി ഇടപെടുകയും ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഉദ്ഘാടന ചടങ്ങിന് ശേഷം വെള്ളാർമല സ്കൂളിലെ വിദ്യാർത്ഥികൾ ഒരുക്കിയ സംഘനൃത്തം ശ്വാസം അടക്കി പിടിച്ചാണ് കേരളം കണ്ടത്. കേരളത്തിലെ ഇനിയുള്ള 5 ദിനരാത്രങ്ങൾ കുരുന്നുകളുടെ ആഘോഷത്തിൽ അലിയും. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.